ഹായ് എവരി വൺ, വെൽക്കം ടു ട്രിപ്സ് ആൻഡ് ട്രീറ്റ്സ്. ഇന്ന് ഞാൻ ചെറിയൊരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഇറച്ചിയോ മീനോ അല്ലെങ്കിൽ പച്ചക്കറിക്കായിട്ട് സാധനങ്ങളൊന്നും ഇല്ലാത്ത ദിവസം നമുക്കത് പെട്ടെന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്നൊരു കറിയാണ്. വീട്ടിലെപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ ഒരു കറി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഒഴിച്ചു കൂട്ടാൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കിയാലോ. കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു സവാള എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സവാളയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 2 തക്കാളി, 3 പച്ചമുളക് നടുക്കുറുകെ മുറിച്ചത് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 വെളുത്തുള്ളിയും കൂടെ ചെറുതായി അരിഞ്ഞതും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിമാണ് ഓൺ ആക്കിയിട്ടുള്ളത്. അപ്പോൾ നല്ലപോലെ ചൂടായിട്ടുണ്ട് കേട്ടോ ചട്ടി. അപ്പോൾ ഞാനൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എണ്ണയൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. രണ്ട് മിനിറ്റ് ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് പെട്ടെന്ന് വഴറ്റി കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് വഴറ്റി കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ ഇതെല്ലാം ചെയ്യുന്നത്. ഇനി നമുക്ക് മസാലപ്പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ തക്കാളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 2 തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മീഡിയം തക്കാളി ആയിരുന്നു. അപ്പോൾ ഈ ഒരു കറിക്ക് പുളി നൽകുന്നത് തക്കാളി ഉണ്ടോ. അപ്പോൾ പുളിക്ക് ആവശ്യമായ 2-3 തക്കാളി നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ടൊന്ന് നല്ലപോലെ ഇളക്കിയിട്ട് മസാലപ്പൊടികളുമായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി തക്കാളി സവാള എല്ലാം ഒന്ന് വെന്ത് കിട്ടാനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു കറിക്ക് ആവശ്യമായിട്ടുള്ളൊരു വെള്ളം കൂടിയാണ് കേട്ടോ നമ്മൾ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒന്ന് അടച്ചു മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. നല്ലപോലെ തിളച്ച് വരാനായിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിലാക്കി കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കറി ഒന്ന് തിളച്ചൊക്കെ വരുന്ന ആ ഒരു ടൈം കൊണ്ട് നമുക്ക് കറിക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് തേങ്ങയാണ് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി 1/4 ടീസ്പൂൺ ജീരകം, 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നല്ലപോലെ ഒന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈം കൊണ്ട് കറിയും നല്ലപോലെ തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം കേട്ടോ. ലോ ടു മീഡിയം ഫ്ലെയിം ആക്കി കൊടുക്കാം. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കിയെടുത്ത അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ കറിയുടെ ഉപ്പെല്ലാം നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കറി കുറച്ചും കൂടി ലൂസായിട്ട് ഇരിക്കണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം, ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ഒരു പാകാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ കൂടുതൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. എനിക്കിവിടെ കുറച്ച് ഉപ്പ് കുറവായിട്ട് തോന്നി. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി കറി അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ചെറിയൊരു രീതിയിൽ തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി കൊണ്ടുള്ള ഒഴിച്ചുകൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഒന്ന് വറവിട്ടെടുക്കാം. വറവിടാനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിമാണ് ഓൺ ആക്കിയിട്ടുള്ളത്. ഇപ്പോൾ പാനൊക്കെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് 1/4 ടീസ്പൂൺ കടുകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ 1 ടേബിൾ സ്പൂൺ ചെറിയുള്ളി ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ 2-3 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്. കറിക്ക് ആവശ്യമായ വറവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. കറി ഒന്ന് വറവിട്ടെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണല്ലേ. നല്ലൊരു മണവും ടേസ്റ്റുമാണ്. അതിപ്പോൾ മീൻ കറി ആയിക്കോട്ടെ, ഏത് കറി ആയാലും അങ്ങനെ തന്നെയാണ്.
അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി കൊണ്ടുള്ള ഒഴിച്ചുകൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളല്ലേ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ എല്ലാം നല്ല ടേസ്റ്റാണ്. ഇപ്പം ഇനിയിപ്പോൾ ഒരു ദിവസം മടിയുള്ളൊരു ദിവസമായാലും അല്ലെങ്കിൽ മീനോ ഇറച്ചിയോ അല്ലെങ്കിൽ പച്ചക്കറിയോ ഒന്നും വീട്ടിലില്ലാത്ത ദിവസം തക്കാളി സവാള എപ്പോഴും നമ്മൾ വീട്ടിൽ കാണുമല്ലോ. അപ്പോൾ അത് വെച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു കറിയാണിത്. അപ്പോൾ ഈ ഒരു കറി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ കണ്ടിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു റെസിപ്പിയോ വ്ളോഗായിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ഓൾ ടേക്ക് കെയർ ആൻഡ് ബൈ.